ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ജാം ഉണ്ടാക്കുന്ന വീഡിയോ ഇടാതെ. അപ്പോൾ ആ വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ചക്ക കൊണ്ടുള്ള ഐറ്റംസ് ആയിരുന്നു. ഇത് പൈനാപ്പിൾ ഐറ്റംസാണ്. അതിൽ ജാം ആട്ടോ ഇത്. അപ്പോൾ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പൈനാപ്പിളൊക്കെ അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് അത് കഴിഞ്ഞിട്ട് അരിപ്പയിൽ അരിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ചക്ക വിളയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ കുറുക്കി ഇങ്ങനെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇതാക്കി എടുക്കാം കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര പിന്നെ ഏലക്കപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ളതല്ല, അത് രണ്ടും ഉള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. അത് രണ്ടും ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം കേട്ടോ. ഇത് 4 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞാനും അനിയത്തിരുന്ന് കഴിച്ചില്ലേ ഗൈസ്. അത് ഇല്ലാണ്ട് പിന്നെ 3 ഉണ്ടായിരുന്നു. അത് വെച്ചാണ് നമ്മൾ ജാം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം 3 എടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിൻ്റെ പകുതിയല്ല അടിയിലത്തെ കുറച്ച് ഭാഗമാണ് കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വേണമെങ്കിൽ നിങ്ങൾ ഒത്തിരി പൈനാപ്പിൾ എടുക്കണം ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. പിന്നെ അടിപൊളി ടേസ്റ്റാണ്. ചൂടാറി കഴിഞ്ഞാൽ ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജ് വെക്കണം ഗൈസ്. തണുപ്പിച്ച് കഴിക്കാനാണ് അടിപൊളി. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.